ഹലോ സ്റ്റുഡൻസ്, ദിസ് ഇസ് മീ ഷിഫാന. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിലെ പോർഷൻസാണ്. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഫസ്റ്റ് ടോപ്പിക്കാണ്. ടോപ്പിക് 1 വരുന്നത് സോഫ്റ്റ്വെയർ പ്രോസസ് മോഡലാണ്. അപ്പോൾ റീസെൻ്റ്ലി ക്വസ്റ്റ്യൻസ് വന്നേക്കുന്ന പോർഷൻസ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഇവിടെ വരുന്ന സബ് ടോപ്പിക്കുകളാണ് സോഫ്റ്റ്വെയർ പ്രോസസ്, ജനറിക് പ്രോസസ് മോഡൽ, framework activity, task set and process patterns, project life cycle, prescriptive process models, project management, component based development, aspect oriented software development, formal methods, agile process models, extreme programming, adaptive software development, scrum, dynamic system development model, feature driven development, crystal and web engineering. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് പ്രോസസ് ലൈഫ് സൈക്കിൾ, അജൈൽ പ്രോസസ് മോഡൽസ് ആൻഡ് എക്സ്ട്രീം പ്രോഗ്രാമിംഗ്. ഇത്രയാണ്. ഇവിടെ ഫസ്റ്റ് നോക്കേണ്ട ടോപ്പിക്കാണ് പ്രോസസ് ലൈഫ് സൈക്കിൾ. പ്രോസസ് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ ഒരു നമ്പർ ഓഫ് സ്റ്റെപ്സിൽ കൂടെ നമ്മൾ പാസ് ചെയ്താണ് സോഫ്റ്റ്വെയർ ഫൈനലി ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിനെ കളക്റ്റീവ്ലി കോൾ ചെയ്യുന്നതാണ് പ്രോസസ് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. അതിൽ ഈ പ്രോസസ് ലൈഫ് സൈക്കിളിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഫേസസ് അല്ലെങ്കിൽ സ്റ്റെപ്സ് എന്ന് പറയുന്നതിൽ ഫസ്റ്റ് വണ്ണാണ് റിക്വയർമെൻറ്റ് അനാലിസിസ്. അതായത് കസ്റ്റമറിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ കളക്ട് ചെയ്തിട്ട് അതിനെ ഡോക്യുമെൻ്റ് ചെയ്യും. അതാണ് റിക്വയർമെൻറ്റ് അനാലിസിസ്. അപ്പോൾ എന്തുമാത്രം റിക്വയർമെൻറ്റ് സ്പെസിഫിക് ആവുന്നോ അത്രമാത്രം അത് ഡെവലപ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യും. ഈ റിക്വയർമെൻറ്റിലുള്ള ക്ലാരിറ്റി കൂടുന്നതിനനുസരിച്ചിട്ട് അത് ഡെവലപ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്യും. നെക്സ്റ്റ് ലെവലാണ് ഡിസൈനിങ്. അതായത് നമ്മൾ കളക്ട് ചെയ്ത റിക്വയർമെൻറ്റിനെ ഡിസൈനായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. നമ്മുടെ സിസ്റ്റം ഡിസൈനായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഓവറോൾ സിസ്റ്റത്തിൻ്റെ ഒരു ഐഡിയ അതിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ഡിസൈനിങ്ങിൽ സംഭവിക്കുന്നത്. അത് ആർക്കിടെക്ചറൽ ഡിസൈൻ ഫസ്റ്റ് ചെയ്ത് അങ്ങനെ പിന്നെ അത് ഡീപ്പ് ലെവലിലേക്ക് പോകും. ഓക്കെ, നെക്സ്റ്റ് ലെവലാണ് ഡിസൈനിങ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ലെവലാണ് കോഡിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ വിത്ത് റെസ്പെക്റ്റ് ടു അവർ റിക്വയർമെൻറ്റ്സ് ആൻഡ് കൺസ്ട്രെയിൻറ്റ്സ് ഇത് രണ്ടും കൺസിഡർ ചെയ്തുകൊണ്ട് പ്രോപ്പറായിട്ടുള്ള ലാംഗ്വേജ് ഏതാണെന്ന് നോക്കിയിട്ട് ഒരു ലാംഗ്വേജ് പിക്ക് ചെയ്തിട്ട് അതിൽ കോഡ് ഇംപ്ലിമെൻറ്റ് ചെയ്യും. ഓക്കെ, അതാണ് കോഡിങ്ങിൽ വരിക. നെക്സ്റ്റ് വരുന്ന സ്റ്റെപ്പാണ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതായത് ടെസ്റ്റിങ്ങിൽ എറർ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത് ക്ലിയർ ചെയ്യും. അതായത് നമ്മൾ ഒരു സർട്ടൻ ലെയർ ഓഫ് ടെസ്റ്റിംഗ് ഇവിടെ സംഭവിക്കുന്നുണ്ട്. അതായത് യൂണിറ്റ് ടെസ്റ്റിംഗ് മുതൽ ആക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ് വരെ വന്ന് നിൽക്കും. അതായത് നമ്മൾ ഓരോ ചെറിയ പോർഷനിൽ ഉള്ള പോർഷൻസ് അല്ലെങ്കിൽ ഫങ്ഷൻസൊക്കെ പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ടോ എന്നുള്ള ചെക്കിങ് മുതൽ ഏറ്റവും ഫൈനലി ഉള്ള പ്രോഡക്റ്റിൻ്റെ മെയിൻ ഫങ്ഷൻ നടക്കുന്ന കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്ന, അതേപോലെ നമ്മുടെ കസ്റ്റമറിൻ്റെ സൈഡിൽ നിന്നുള്ള ടെസ്റ്റിംഗ് പെർഫോം ചെയ്യുന്ന സ്റ്റേജ് വരെ വന്ന് നിൽക്കും ഈ ലെയർ ഓഫ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അത് ഡെവലപ്മെൻറ്റ് സൈറ്റിലും അതേപോലെ കസ്റ്റമറിൻ്റെ സൈഡിൽ നിന്നും ഈ ടെസ്റ്റിംഗ് പെർഫോം ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് ലെവലിലൊക്കെ ആയിക്കഴിയുമ്പോൾ അത് ആക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ് എന്നൊക്കെ പറയും. അങ്ങനെ അത്രയാണ് ടെസ്റ്റിംഗ്. അതായത് നമ്മുടെ പ്രോഗ്രാമിനെ എറർ ഫ്രീ ആക്കി നിർത്തുക, ബഗ്സ് ഐഡൻറ്റിഫൈ ചെയ്യുക, എന്നിട്ട് ക്ലിയർ ചെയ്യുക. എന്തുമാത്രം ബഗ്സ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റുന്നോ അത്രമാത്രം നമ്മുടെ ക്വാളിറ്റി ഓഫ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഇമ്പ്രൂവ് ആകും. പിന്നെ നെക്സ്റ്റ് ലെവലാണ് ഡിപ്ലോയ്മെൻറ്റ് ആൻഡ് മെയിൻ്റനൻസ്. അതായത് നമ്മൾ എററൊക്കെ ഫ്രീ ചെയ്ത് ബഗ്സൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്ത് ക്ലിയർ ചെയ്ത് ഒരു ഫൈനൽ പ്രോഡക്റ്റ് നമ്മൾ ബിൽഡ് എടുത്തു കഴിയുമ്പോൾ ഇത് നമ്മൾ കസ്റ്റമറിന് ഡെലിവർ ചെയ്യും. കസ്റ്റമർ അത് അവരുടെ ഇൻഡസ്ട്രിയൽ എൻവയോൺമെൻറ്റിൽ റൺ ചെയ്ത് നോക്കും, ഓപ്പറേറ്റ് ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, അവിടെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇൻ കേസ് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൊജക്റ്റ് ടീം അത് മെയിൻ്റനൻസ് അതിൽ അപ്ലൈ ചെയ്യും. ഓക്കെ, ഇതാണ് മെയിൻ്റനൻസും ഡിപ്ലോയ്മെൻറ്റും വരുന്നത്. ഇത്രയാണ്
പ്രോസസ് ലൈഫ് സൈക്കിളിൽ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്കാണ് അജൈൽ ഡെവലപ്മെൻറ്റ്. അജൈൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ക്വിക്ക് ഡെലിവറി ഓഫ് ക്വാളിറ്റി സോഫ്റ്റ്വെയർ. അതായത് കൺവെൻഷണൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട് ഇവിടെ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ക്വിക്ക് ഡെലിവറി ഓഫ് സോഫ്റ്റ്വെയറിനും അതേപോലെ ക്വാളിറ്റി സോഫ്റ്റ്വെയർ ലഭിക്കുക എന്നുള്ളതിനുമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ കീ ആക്ടിവിറ്റി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഡിസൈനിങ് ആൻഡ് കോഡിംഗ് ആണ്. ടെസ്റ്റിംഗ്, റിക്വയർമെൻറ്റ് അനാലിസിസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് പാരലൽ ആയിട്ടുള്ള ആക്ടിവിറ്റി ആയിട്ടാണ് ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുക. ബിക്കോസ് അതിന് വേണ്ടിയിട്ട് വാട്ടർഫോളിലൊക്കെ എടുക്കുന്ന പോലെ സെപ്പറേറ്റ് ടൈം ഇവിടെ നമുക്ക് എടുക്കാൻ ഉണ്ടാവില്ല. അതുകൊണ്ട് അതാണ് പറഞ്ഞേക്കുന്നത് ഡിസൈനിങ് ആൻഡ് കോഡിംഗ് ഇൻകോർപ്പറേറ്റ്സ് വിത്ത് റിക്വയർമെൻറ്റ് എലിസിറ്റേഷൻ ആൻഡ് ടെസ്റ്റിംഗ്. അതേപോലെ കണ്ടിന്യൂസ് ഡെലിവറി ഓഫ് സോഫ്റ്റ്വെയർ ഇവിടെ സംഭവിക്കുന്നുണ്ട്. അതായത് നമ്മൾ ക്വിക്ക് ഡെലിവറി ഓഫ് സോഫ്റ്റ്വെയർ പോസിബിൾ ആക്കണമല്ലോ ഇവിടെ. അപ്പോൾ ഒരു മാക്സിമം 1 month 2 weeks to 1 month ഉള്ളിൽ ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈം എടുത്തുകൊണ്ട് നമ്മൾ സോഫ്റ്റ്വെയർ കസ്റ്റമറിന് ഡെലിവർ ചെയ്തിട്ട് അവരുടെ ഫീഡ്ബാക്ക് കളക്ട് ചെയ്ത് എഗെയിൻ ഇതിലെന്തൊക്കെ ഫീച്ചേഴ്സ് ആഡ് ചെയ്യണം, അവരുടെ റിക്വയർമെൻറ്റ് കൺസിഡർ ചെയ്തിട്ട് ആ കാര്യങ്ങൾ വീണ്ടും നമ്മളിതിൽ ആ ഫീച്ചേഴ്സൊക്കെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. വീണ്ടും ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈം എടുത്തുകൊണ്ട് ആഡ് ചെയ്യും, വീണ്ടും ഇത് ഡെലിവർ ചെയ്യും, വീണ്ടും അവരുടെ ഫീഡ്ബാക്ക് എടുക്കും. ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യും. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത് കണ്ടിന്യൂസ് ഡെലിവറി ഓഫ് സോഫ്റ്റ്വെയർ ഇവിടെ പോസിബിൾ ആക്കുന്നുണ്ട്. നെക്സ്റ്റ് ആണ് അജൈൽ ടീം ഫോളോസ് ദ ഗിവൺ മാനിഫെസ്റ്റോ. അതായത് ഇവിടെ ഒരു 4 വാല്യൂസും 12 പ്രിൻസിപ്പൾസും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഈ 4 വാല്യൂസ് കണ്ടെയ്ൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ അജൈൽ ടീം ഇത് ഡെവലപ്പ് ചെയ്യുന്ന അജൈൽ ടീം ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ, അതായത് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട എന്തിനാണ് എന്നൊക്കെയാണ് ഈ 4 വാല്യൂസിൽ പറയുന്നത്. അതായത് വർക്കിംഗ് സോഫ്റ്റ്വെയറിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, ഡോക്യുമെൻറ്റേഷനെക്കാളും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അതേപോലെ റിക്വയർമെൻറ്റ് ചേഞ്ചിനാണ് ഈച്ച് ആൻഡ് എവറി സ്റ്റേജ് ഓഫ് ദ പ്രോജക്റ്റ് നമ്മുടെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് അതിലായിരിക്കണം, റാദർ ദാൻ ഇനീഷ്യൽ പ്ലാൻ. അതേസമയം വാട്ടർഫോളിലൊക്കെ നമ്മൾ ഇനീഷ്യലി സെറ്റ് ചെയ്തേക്കുന്ന പ്ലാൻ ഫോളോ ചെയ്യുന്നതായിരിക്കും മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത്. ഇവിടെ അതല്ല, റിക്വയർമെൻറ്റ് ഏത് ടൈം എത്ര ലേറ്റായിട്ട് വരുന്ന റിക്വയർമെൻ്റ് ആണെങ്കിലും നമ്മളിവിടെ അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ ആ റിക്വയർമെൻറ്റിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് എന്നുള്ളതാണ് വാല്യൂസിൽ പറയുന്നത്. 12 പ്രിൻസിപ്പിൾസിൽ പറയുന്നത് ഇതിൻ്റെ കുറച്ചും കൂടെ ഒരു ഇലാബറേറ്റഡ് ഫോം, അതായത് കൊളാബറേഷൻ്റെ ഇമ്പോർട്ടൻസ്, അതേപോലെ എത്ര ലേറ്റായിട്ട് വന്നാലും റിക്വയർമെൻറ്റ് ഫുൾഫിൽ ചെയ്ത് കൊടുക്കണം, അതേപോലെ അജൈൽ ടീമിന് സെൽഫ് ഓർഗനൈസിങ് കേപ്പബിലിറ്റി ഉണ്ടാവണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രിൻസിപ്പിൾസിൽ പറയുന്നത്. ഇതെല്ലാം ഫോളോ ചെയ്തുകൊണ്ട് നമ്മളൊരു സോഫ്റ്റ്വെയർ ബിൽഡ് ചെയ്യും, വിത്തിൻ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം കസ്റ്റമറിന് ഡെലിവർ ചെയ്യും. അങ്ങനെയാണ് ഇവിടെ അജൈൽ ഡെവലപ്മെൻറ്റ് പ്രൊസീഡ് ചെയ്യുന്നത്. ഇവിടെ വരുന്ന ഒരു ടൈപ്പ് ഓഫ് അജൈൽ ഡെവലപ്മെൻറ്റ് മോഡലാണ് എക്സ്ട്രീം പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഫ്രെയിംവർക്ക് ഓഫ് അജൈൽ ഡെവലപ്മെൻറ്റ് ഫ്രെയിംവർക്കാണ്. അതേപോലെ ടു ഇംപ്രൂവ് സോഫ്റ്റ്വെയർ ക്വാളിറ്റി ആൻഡ് റെസ്പോൺസീവ്നെസ് ടു റിക്വയർമെൻറ്റ് ചേഞ്ചസ്, അതായത് റാപ്പിഡായിട്ട് ചേഞ്ച് ചെയ്യുന്ന റിക്വയർമെൻറ്റ് റാപ്പിഡായിട്ട് ചേഞ്ച് ചെയ്യുന്ന ടൈപ്പ് ഓഫ് എൻവയോൺമെൻറ്റിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മെത്തേഡാണ് ഈ എക്സ്ട്രീം പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ലൈറ്റ് വെയ്റ്റ് മെത്തഡോളജി ഫോർ സ്മോൾ ടു മീഡിയം സൈസ് ടു ടീംസ്. ഇവിടെ ഡെവലപ്പ് ചെയ്യുന്ന ടീം എന്ന് പറയുന്നത് ഒരു സ്മോൾ ടീമായിരിക്കും. അവർ ലൈറ്റ് വെയ്റ്റ് മെത്തഡോളജി, അതായത് ഏറ്റവും ഓരോ സൊല്യൂഷനും അതിൻ്റെ സൊല്യൂഷന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാം മാക്സിമം സിമ്പിളായിട്ട് കീപ്പ് ചെയ്തുകൊണ്ട് ലൈറ്റ് വെയ്റ്റ് മെത്തഡോളജി ഫോമിൽ ആയിരിക്കും ഇവിടെ ഡെവലപ്മെൻറ്റ് പ്രൊസീഡ് ചെയ്യുക. നെക്സ്റ്റ് ആണ് ഡെലിവറി ഈസ് പോസിബിൾ വിതിൻ 1 to 2 weeks. അതായത് മാക്സിമം ഇവിടെ നമ്മൾ ആ ഷോർട്ട് പീരീഡ് അജൈൽ ഡെവലപ്മെൻറ്റിൽ പറഞ്ഞല്ലോ, വിതിൻ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം നമ്മളിത് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തിട്ട് കസ്റ്റമറിന് ഡെലിവർ ചെയ്യുമെന്ന്. അത് ഇവിടെ എടുക്കുന്ന ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ 1 to 2 week, മാക്സിമം 2 week വരെ എടുക്കുകയുള്ളൂ. അതിനിപ്പുറം കസ്റ്റമറിന് ഡെലിവർ ചെയ്യാൻ പറ്റും. അതായത് കൂടുതൽ ക്വിക്ക് ഡെലിവറി ഇവിടെ പോസിബിളാണ്. അതേപോലെ ഇവിടെയും സെറ്റ് ഓഫ് വാല്യൂസ് ആൻഡ് പ്രാക്ടീസസ് ഫോളോ ചെയ്യുന്നുണ്ട്. ഇവിടെ ഫോളോ ചെയ്യുന്ന വാല്യൂസ് എന്ന് പറയുന്നത് അജൈലിൽ പറഞ്ഞത്
പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ അതിൻ്റെ കൂടെ കുറച്ചും കൂടെ, അതായത് അജൈലിൽ നമ്മൾ കമ്മ്യൂണിക്കേഷൻ വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ഇവിടെയും വരുന്നത്. കമ്മ്യൂണിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യണം. അതേപോലെ സിംപ്ലിസിറ്റീസ് എന്ന് പറയുന്നത് നമ്മുടെ പ്രോഡക്റ്റ് ഫൈനലി ഒരു സിമ്പിൾ ലെവലിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു സിംപ്ലിസിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ ആയിരിക്കണം ഈ ഡെവലപ്മെൻറ്റ് നടത്തുക. മീൻസ് അൺനെസസറി ആയിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളത് മാത്രം ആഡ് ചെയ്യുക. നെക്സ്റ്റ് ഫീഡ്ബാക്ക്, അതേപോലെ കറേജ്, അതായത് ഏത് ടൈപ്പ് ഓഫ് സൊല്യൂഷനും ഫൈൻഡ് ഔട്ട് ചെയ്യാനും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുമുള്ള കേപ്പബിലിറ്റി. റെസ്പെക്റ്റ്, അതായത് മ്യൂച്വൽ റെസ്പെക്റ്റ്, സിറ്റ് ടുഗദർ, ഹോൾ ടീം, അങ്ങനെയുള്ള വാല്യൂസ് കീപ്പ് ചെയ്തുകൊണ്ടായിരിക്കും ഇവിടെ ഡെവലപ്മെൻറ്റ് പോസിബിൾ ആക്കുക. അതേപോലെ ഇവിടെ ഫോളോ ചെയ്യുന്ന പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രാക്ടീസസ് എന്ന് പറയുന്നത് ടെസ്റ്റ് ഡ്രിവൺ ഡെവലപ്മെൻറ്റ്, അതായത് ടെസ്റ്റ് ഓറിയൻറ്റഡ് ആയിരിക്കും. അതേപോലെ ഓൺസൈറ്റ് കസ്റ്റമർ, പെയർ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ ഒരേ പർപ്പസിനുള്ള കോഡ് 2 പേർ ഇംപ്ലിമെൻറ്റ് ചെയ്യും, എഫക്റ്റീവ്നെസ് കൂട്ടാൻ വേണ്ടിയിട്ട്. അതേപോലെ കോഡ് റീഫാക്ടറിങ് എന്ന് പറഞ്ഞാൽ കോഡിൻ്റെ സ്ട്രക്ചറിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തുന്നത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു എക്സ്റ്റേണൽ ബിഹേവിയറിൽ ചേഞ്ചസ് ഉണ്ടാവാതെ അതിൻ്റെ സ്ട്രക്ചറിൽ ചേഞ്ചസ് വരുത്താനുള്ള എബിലിറ്റി, അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ ഫീച്ചേഴ്സ് ആഡ് ചെയ്യുമ്പോൾ സിസ്റ്റത്തിൻ്റെ ബിഹേവിയറിന് ചേഞ്ചസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. അതാണ് കോഡ് റീഫാക്ടറിങ്. അത് ഫോളോ ചെയ്യുന്നതായിരിക്കും ഡെവലപ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യുക. അതേപോലെ കണ്ടിന്യൂസ് ഇൻറ്റഗ്രേഷൻ ആയിരിക്കും. സ്മോൾ റിലീസസ് ആയിട്ട് നമ്മൾ സോഫ്റ്റ്വെയർ കൊടുക്കുന്നുണ്ടാവും. അതേപോലെ സിമ്പിൾ ഡിസൈനായിരിക്കും ഫോളോ ചെയ്യുന്നത്. സിംപ്ലിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നോക്കും. ഇങ്ങനെയുള്ള പ്രിൻസിപ്പിൾസും സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസും ഫോളോ ചെയ്തുകൊണ്ടായിരിക്കും ഈ നമ്മുടെ ഇവിടെ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് പോസിബിൾ ആക്കുക. ഇത്രയാണ് നമുക്കിവിടെ നോക്കാനുള്ളത്. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. See you.